ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിവിൻ രാഗിണിയുടെ കഴുത്തിൽ താലി ചാർത്താൻ ഒരുങ്ങുമ്പോഴാണ് കാവേരിയും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. ജയപാല എന്ന കാവേരിയുടെ വിളികൾക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കാവേരിയെയും കൂട്ടരെയുമാണ്. താലിയും കയ്യിൽ പിടിച്ച നിവിനും ആശ്വാസത്തോടെ അവരെ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും മണ്ഡപത്തിനരികിലേക്ക് എത്തുമ്പോഴേക്കും ജയപാലനും മണ്ഡപത്തിൽ നിന്ന് ചാടി ഇറങ്ങുന്നുണ്ട്. രാഗിണിയുടെ കഴുത്തിൽ താലി ചാത്താൻ ഒരുങ്ങിയ നിവിനും തന്റെ കൈ പിൻവലിക്കുകയാ. ജയപാലൻ കാവേരിയുടെ അരികിലേക്ക് ചെന്ന്, എന്താടി, നിന്നെ ആരാടി ഇങ്ങോട്ട് ക്ഷണിച്ചേ എന്ന് ചോദിക്കേ കാവേരിയും എന്തിനാ ജയപാല പേടിക്കുന്നത്? എന്നെ കാണുമ്പോഴേക്കും മണ്ഡപത്തിൽ നിന്ന് ചാടിയിറങ്ങി സ്വീകരിക്കാൻ ഞാൻ VIP ഒന്നുമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രവീണയും മണ്ഡപത്തിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ജയപാലേട്ടാ എന്തു ചെയ്യുക അവിടെ? ഇങ്ങോട്ട് കയറി വന്നേ, താലികെട്ടിന്റെ നേരമാണെന്ന്. അത് കേൾക്കെ ജയപാലനും കാവേരിയെ പൂച്ചത്തോടെ ഒന്ന് നോക്കി പോടി പോ എന്ന് പറഞ്ഞ് മണ്ഡപത്തിലേക്ക് കയറാനായി പോവുകയാ. കൂടെ വിശാലുമുണ്ട്. അപ്പോഴാണ് ജയപാല എന്നൊരു വിളി കേൾക്കുന്നത്. ജയപാലനും വിശാലും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാണുന്നത് അറസ്റ്റ് വാറണ്ടും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചാരുലതയെയും പോലീസുകാരെയുമാണ്. അവളെ കണ്ട് നിവിൻ എഴുന്നേറ്റ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാ. നിവിൻ എന്ന് സങ്കടത്തോടെ വിളിച്ച് രാഗിണിയും അവിടുന്ന് എഴുന്നേൽക്കുകയാ. ചാരുലത ജയപാലിന്റെ അരികിലേക്ക് വരുമ്പോഴേക്കും ജയപാലനും സന്തോഷത്തോടെ, മാഡം ഡേറ്റ് മറന്നുപോകുന്ന ഒരു സംശയം ഉണ്ടായിരുന്നേ, ഒരു മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിക്കാൻ ഞാൻ അങ്ങ് വിട്ടുപോയി. എന്നാലും മാഡം കറക്റ്റായി ഓർമ്മിച്ചു വെച്ച് എന്റെ മോളുടെ കല്യാണത്തിന് വന്നല്ലോ, വളരെ സന്തോഷം എന്ന് പറഞ്ഞ മാഡം ഇങ്ങോട്ടിരിക്കാം. കേട്ടു കഴിഞ്ഞില്ല കേട്ടോ, ചടങ്ങ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളേ. അല്ല അപ്പോഴാ മാഡത്തിന്റെ വരവേ എന്ന് പറഞ്ഞ് ജയപാലൻ നോക്കുമ്പോഴാണ് നിവിനെല്ലാം താഴെ നിൽക്കുന്നത് കാണുന്നത്. ഇതെന്താ എല്ലാവരും താഴെ ഇറങ്ങി നിൽക്കുന്നേ? ചടങ്ങ് നടക്കട്ടെന്നേ. നിവിനെ, രാഗിണി, നിങ്ങൾ മണ്ഡപത്തിലോട്ട് കയറുന്നേ എന്ന് ജയപാലൻ ചിരിയോടെ പറയുമ്പോഴാണ് ചാരുലതയുടെ കൈകൾ ജയപാലന്റെ തോളിൽ പതിക്കുന്നത്. ജയപാലൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും, ഞങ്ങൾ ഇരിക്കുന്നില്ല ജയപാല, ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാ അശോകനെയും വിപിനെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ മോളുടെ കല്യാണം അവിടെ നടന്നോട്ടെ എന്ന് പറഞ്ഞ് തിരുമേനിയെ വിളിച്ച്, തിരുമേനി അതങ്ങ് നടത്തിക്കൊടുത്തേക്ക്, ബെസ്റ്റ് വിഷസ് ഫോർ ദി കപ്പിൾ എന്ന് ചാരു ആശംസിക്കുന്നുണ്ട്. ജയപാലനും ഒരു ചിരിയോടെ, അല്ല മാഡം, ഡ്യൂട്ടി അങ്ങ് നടന്നോട്ടെ, എന്തായാലും മാഡം ഊണ് കഴിച്ചിട്ടേ പോകാവൂ എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. ചാരുവും ദേഷ്യത്തോടെ, ഉണ്ണാനല്ല ജയപാല, ഊട്ടാനാ ഞാൻ വന്നത്, വാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള അറസ്റ്റ് വാറണ്ട് ഉയർത്തി കാണിച്ച്, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുന്നത് കേൾക്കെ രാജശ്രീയും കൂട്ടരും ഒരു ഞെട്ടലോടെ നോക്കി നിൽപ്പാ. അറസ്റ്റോ എന്ന് ജയപാലൻ സംശയത്തോടെ ചോദിക്കേ, ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചാരു പറയുന്നത് കേൾക്കെ ജയപാലനും ഒരു ചിരിയോടെ, അറസ്റ്റ് ചെയ്യാനോ, അതും ഈ എന്നെ? എന്നിട്ട് മാഡം എന്നെ ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോവോ എന്ന് ജയപാലൻ ചോദിക്കുന്നത് കേൾക്കെ, കെട്ടുവലിച്ച് കൊണ്ടുപോകാനുള്ള JCB ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ജയപാല, വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് തന്റെ കയ്യിലെ വാറണ്ട് ഉയർത്തി കാണിക്കുക. ജയപാലനും പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട്, അല്ല എനിക്കെതിരെ ആരാ പരാതി തന്നതെന്ന് ചോദിക്കേ കാവേരിയാണെന്ന് ചാരുവും. അത് കേട്ട് ജയപാലൻ ചിരിയോടെ കാവേരിയുടെ അരികിലേക്ക് ചെന്ന്, അല്ല ഇവൾ എനിക്കെതിരെ നേരത്തെ ഒരു പരാതി തന്നതല്ലയോ, മാഡത്തിന് ഓർമ്മയില്ലേ? എന്നിട്ട് എന്തോ ആയി? അല്ല എന്താ എനിക്കെതിരെയുള്ള പരാതി എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. കാവേരിയുടെ അച്ഛൻ അരവിന്ദന്റെ പണം തട്ടിയെടുത്ത് നിങ്ങൾ തോട്ടം വാങ്ങിയെന്ന്. അത് കേട്ട് ജയപാലനും, മാഡത്തിന് എന്തിന്റെ കേടാ ഇത്? ഈ കേസല്ലേ നേരത്തെ അന്വേഷിച്ച് തെളിവില്ലാതെ തള്ളിയത് എന്ന് പറഞ്ഞ് വിശാലിനോടായിടാ, കല്യാണം നടത്താനുള്ള കാര്യം നോക്കടാ, മാഡം ഒരു നേരം പോക്ക് പറഞ്ഞതാടാ. കേറുന്ന നിവിനോടും രാജേശ്വരിയോടുമായി ജയപാലൻ പറയുന്നുണ്ട്. ചാരുവും പറയുകയാ, നേരം പോക്ക് ഞങ്ങൾ സീരിയസ് ആക്കാം, പറ്റിയ സദസ്സാ ഇത്, ബന്ധുക്കളും നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും ഒക്കെയുണ്ട് എന്ന് പറഞ്ഞ് ജയപാലനെ പിടിച്ച് പോലീസുകാർക്ക് നേരെ തള്ളി തൂക്കിയെടുത്ത് വണ്ടിയിലിടറോ എന്ന് പറയുമ്പോഴേക്കും തന്നെ പിടിച്ച പോലീസുകാരോടായി, വിട് സാറേ ഒന്നടങ്ങ് എന്ന് പറഞ്ഞ് വീണ്ടും ചാരുവിനോടായി, അല്ല മാഡം ഈ വല്ലവളുമാരും പറയുന്നത് കേട്ട് ഒരു ഡിസിഷൻ എടുക്കാതെ മാഡം, തെളിവുണ്ടോ മാഡം? തെളിവ് എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. ഉണ്ടല്ലോ ജയപാല എന്ന് ചാരു പറയുന്നത് കേൾക്കേ, എന്നാ കാണിക്കേ, അപ്പൊ നോക്കാം ബാക്കി എന്ന് ജയപാലനും. അങ്ങോട്ട് നോക്കിയേ എന്ന് ചാരുലത പറയുന്നത് കേൾക്കേ ജയപാലൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അങ്ങോട്ട് കയറി വരുന്ന ശിവരാമനെയും ബാങ്ക് മാനേജരെയും കാണുന്നത്. അവർ ജയപാലന്റെയും കൂട്ടരുടെയും അരികിലേക്ക് വരുമ്പോഴേക്കും, ഇവരാണോ മാഡം തെളിവ്? ഇവൻ എന്റെ ജോലിക്കാരനാ, എന്റെ തോട്ടത്തിലെ പണിക്കാരൻ ശിവരാമൻ എന്ന് ശിവരാമനെ നോക്കി പറഞ്ഞ്, പിന്നെ ഈ കൂടെയുള്ളത് എനിക്ക് ആരാണെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കല്യാണത്തിന് ക്ഷണിച്ച ആരെങ്കിലും ഒക്കെ ആയിരിക്കുവേ, ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരും ഒക്കെയായി എത്രയോ പേർ വന്നിട്ടുണ്ട്, ഉണ്ടിട്ട് പോകുന്നു, അതൊക്കെ ആര് ശ്രദ്ധിക്കാനാ എന്ന് ജയപാലൻ പറയുന്നുണ്ട്. അത് കേൾക്കെ ബാങ്ക് മാനേജറും അക്കൗണ്ടിൽ നിന്ന് വലിയ തുകകൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി എന്റെ ക്യാബിന് മുന്നിൽ ക്യൂ നിന്നിരുന്ന ജയപാലനും എന്നെ അങ്ങ് മറന്നു അല്ലേ? കൊള്ളാം എന്ന് പറയുന്നതുകൾക്ക് ജയപാലനും, ഓ ബാങ്ക് മാനേജർ ജേക്കബ് സാറേ ഈ കല്യാണമാകുമ്പോ എത്രയോ പേര് വന്നു പോകുന്നതാ, അതുകൊണ്ട് പറ്റിപ്പോയതാ സാറേ എന്ന് പറയുന്നുണ്ട്.
ജേക്കബും തന്റെ കൈ കാണിച്ച് എന്റെ ഈ പരുക്കുകൾ എന്താണെന്നൊന്നും സാറ് ചോദിച്ചില്ല എന്ന് ചോദിക്കേ ജയപാലനും ഒരു ചിരിയോടെ എന്റെ സാറേ ഞാനതങ്ങ് വിട്ടുപോയി എന്തു പറ്റിയതാ എന്ന് ചോദിക്കേ കാവേരിയും പറയുന്നുണ്ട് ഏതോ മരക്കൊന്തന്റെ കൊട്ടേഷനിൽ വണ്ടി ഇടിപ്പിച്ചതാ. അത് കേട്ട് പരുങ്ങളുടെ ജയപാലനും അങ്ങനെ ഒരു വണ്ടി ഇടിപ്പിക്കാൻ റോഡാവുമ്പോ ആക്സിഡന്റ് സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാവേരി വീണ്ടും റോഡാവുമ്പോ ആക്സിഡന്റ് ഒക്കെ സ്വാഭാവികമാണ് ജയപാല. ഇയാൾക്കെതിരെ തെളിവ് തരാൻ വരുന്ന ദിവസം തന്നെ ജേക്കബ് സാറിന് ആക്സിഡന്റ് ഉണ്ടാവുന്നതും ശിവരാമേട്ടനെ ഭാര്യ വീട്ടിൽ പൂട്ടിയിടുന്നതും വളരെ സ്വാഭാവികം തന്നെയാ എന്ന് അവൾ പറയുന്നുണ്ട്. എനിക്കെതിരെ തെളിവുണ്ടോ? എന്ത് തെളിവാ ഉള്ളത് എന്ന് ജയപാലനും ചോദിക്കുന്നുണ്ട്. കണ്ണടച്ച് ഇരുട്ടാക്കല്ലേ ജയപാല, നിങ്ങൾ നടത്തിയ തട്ടിപ്പിന്റെ തെളിവുകൾ മുഴുവനും ജേക്കബ് സാറും ശിവരാമേട്ടനും ചാരുലത മേഡത്തിന് കൊടുത്തു കഴിഞ്ഞു എന്ന് കാവേരി പറയുന്നവൾക്ക് പരുങ്ങളോട് എന്ത് തെളിവ് എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛന്റെ പണം മുഴുവനും തട്ടിയെടുത്തതിന്റെ തെളിവ്, അച്ഛൻ ഒപ്പിട്ട് തന്ന ചെക്ക് ലീഫുകൾ ഉപയോഗിച്ചും അച്ഛന്റെ ATM കാർഡ് ഉപയോഗിച്ചും പണം ചോർത്തിയതിന്റെ രേഖകള്, അച്ഛൻ മരിച്ചു കഴിഞ്ഞും പണം വലിച്ചതിന്റെ തെളിവുകള്, പിന്നെ തോട്ടത്തിന്റെ കാര്യം അത് ശിവരാമേട്ടൻ പറയും എന്ന് പറഞ്ഞ് പറ ശിവരാമേട്ട എന്ന് കാവേരി പറയുന്നുണ്ട്. ശിവരാമേട്ടനും എനിക്കിനി പറയാൻ മടിയൊന്നുമില്ല, അത് അരവിന്ദൻ സാറിന്റെ തോട്ടമാ, അരവിന്ദൻ സാറ് പണം കൊടുത്തു വാങ്ങിച്ച തോട്ടം, അതാ ഇയാൾ അന്യായമായി കൈവശം വെച്ചിരിക്കുന്നത് എന്ന് ശിവരാമൻ പറയുന്നത് കേൾക്കെ ജയപാലൻ ദേഷ്യത്തോടെ ശിവരാമന്റെ കോളറിനിട്ട് പിടിച്ച് നന്ദി കെട്ട നായേ നിന്നെ ഞാൻ കൊല്ലുമിടാ എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ ജയപാലനെ പിടിച്ചു മാറ്റുകയും ദ്രോഹി പിന്നിന്ന് കുത്തിയല്ലേ നന്ദി കെട്ട നായേ എന്ന് ജയപാലൻ വിളിക്കുമ്പോഴേക്കും കാവേരി അങ്ങോട്ട് ചെന്ന് നായ നന്ദിയുള്ള മൃഗമാ ജയപാല, എന്റെ അച്ഛൻ ചെയ്ത നന്മകളൊക്കെ തിരിച്ചറിഞ്ഞതിന്റെ നന്ദിയാ ശിവരാമേട്ടൻ ഇപ്പോ കാണിക്കുന്നത്, നിങ്ങൾ കാട്ടിയ നെറികേടുകളും ശിവരാമേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞു. ശിവരാമേട്ട പറ സത്യം എന്താണെന്ന് പറയേ എന്ന് കാവേരി പറയുന്നുണ്ട്. ശിവരാമൻ വീണ്ടും നേരെ മോളെ ഞാൻ പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്, മോളുടെ അച്ഛനാ ആ 5 ഏക്കർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തത്, ബാക്കി തുക ഓരോ മാസമായി ഗൾഫിൽ നിന്ന് അയച്ചു തന്നോണ്ടിരുന്നു, പലതവണ പണമെടുക്കാൻ ഞാനും ഇയാളോടൊപ്പം ബാങ്കിൽ പോയിട്ടുണ്ട്, ചിലപ്പോ അരവിന്ദൻ സാർ ഒപ്പിട്ട ചെക്കുമായി ഞാനാ ബാങ്കിൽ പോയി പണം വാങ്ങിയിരുന്നത്, ആ പണം ഞാൻ തന്നെയാ ടൗണിലുള്ള സ്ഥലമുടമയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നതും, പണം മുഴുവൻ അടച്ചു തീർത്തിട്ടാ അരവിന്ദൻ സാറ് കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ വന്നിരുന്നത്, അപ്പോഴാ സാറ് പറഞ്ഞ തോട്ടമാണെന്ന് പറഞ്ഞ് ഇവരെ എല്ലാം കൊണ്ടുപോയി കാണിച്ചത്, മോളുടെ കല്യാണത്തിന് പണം ആവശ്യം വന്നപ്പോ സാറ് ചോദിക്കാൻ തോട്ടത്തിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ് ശിവരാമൻ അക്കാര്യം ഓർത്തെടുക്കുക. അരവിന്ദൻ ജയപാലനോടായി പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച നടത്താമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കേ അത് പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട് അരവിന്ദ, തിരക്കിനിടയിൽ ഞാനത് തന്നോട് പറയാൻ വിട്ടുപോയതാ, തോട്ടത്തിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചയാളെ ഹോസ്പിറ്റലിലാ, കോമ സ്റ്റേജ് എന്നാ ഡോക്ടർമാർ പറയുന്നത് എന്ന് ജയപാലൻ പറയുന്നത് കേട്ട് അരവിന്ദൻ തോട്ടത്തിൽ തലകറങ്ങി വീഴുന്നത് ശിവരാമൻ അത് നേരിട്ട് കണ്ടതുമെല്ലാം അയാൾ വിവരിക്കുന്നുണ്ട്. പച്ചക്കള്ളമാ അന്ന് ഇയാൾ പറഞ്ഞത്, അരവിന്ദൻ സാറിന്റെ അക്കൗണ്ടിൽ പണമില്ലെന്നും സ്ഥലമുടമ കോമയിലാണെന്നുമൊക്കെ, അരവിന്ദൻ സാറ് മരിച്ചതിനു ശേഷവും ആ അക്കൗണ്ടിൽ നിന്ന് ഇയാൾ ലക്ഷങ്ങൾ എടുത്തിട്ടുണ്ട്. ഇല്ലേ ജേക്കബ് സാറേ എന്ന് ശിവരാമൻ ചോദിക്കേ ശരിയാ എന്ന് ജേക്കബ് സാർ കൂട്ടുകാരൻ വഞ്ചിച്ചതിന്റെ സങ്കടവും നെഞ്ചിലിട്ടാ അന്ന് ആ തോട്ടത്തിൽ നിന്ന് അരവിന്ദൻ സാർ ഇറങ്ങിപ്പോയത്, അതാരോടും പറയാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാ പിറ്റേ ദിവസം സാറ് മരിച്ചു കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ ഇയാൾ ആ ഭൂമി സ്വന്തം പേരിലാക്കി എന്ന് ശിവരാമൻ പറയുന്നവൾക്ക് അച്ചമ്മയും ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ്. നെറികെട്ട ആ ഇടപാടിന് സാക്ഷിയായി പോയി ഈ മഹാഭാവി എന്ന് പറഞ്ഞ് ശിവരാമൻ കൈകൂപ്പി പൊട്ടിക്കരയുകയാണ്. എല്ലാം കേട്ട് സങ്കടത്തോടെ നിൽക്കായിരുന്ന ശാരദയും ജയപാലിന്റെ അരികിലേക്ക് നടന്നു ചെന്ന് അയാളുടെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട് മഹാപാപി എന്റെ അരവിന്ദേട്ടനെ നീ ചതിച്ചില്ലേടാ, ചതിച്ചു കൊന്നില്ലേടാ, കൂടെ പിറപ്പിനെ പോലെ നിന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എന്റെ അരവിന്ദേട്ടനെ ചതിച്ചു കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ, സ്വത്തും പണവുമോ, ആ സ്വത്തും പണവും നിന്റെ സന്തതി പരമ്പരകൾക്ക് ഉതകുമോടാ പറയടാ എന്ന് പറഞ്ഞ് ശാരദ അലറുമ്പോഴേക്കും അഗ്നിയും പ്രവീണയും ഓടി വന്ന് ശാരദയെ പിടിച്ചു തള്ളുകയാ. എന്ത് മര്യാദകേടാ കാണിക്കുന്നു ശാരദ എന്ന് പ്രവീണ ചോദിക്കേ, അപ്പോ നിന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനോട് കാണിച്ചത് മര്യാദകേടല്ലേടി, അല്ലേന്ന് എന്റെ ഭർത്താവിനെ ഇവൻ ചതിച്ചു കൊന്നില്ലേ, അതൊക്കെ കണ്ടോണ്ട് നീയും നിന്നില്ലേ, നിന്റെയൊക്കെ കുടുംബം വേററ്റു പോവുമടി എന്ന് ശാരദ ദേഷ്യത്തോടെ ശപിക്കുകയാ. അപ്പോഴേക്കും ഒരു ബന്ധു സത്യന്റെ അരികിലേക്ക് വന്ന് സത്യ നിന്റെ പൊന്നുമോനെ ഇതുപോലൊരു കുടുംബത്തിലേക്ക് തള്ളിവിടേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചാരുലതയും ജയപാലനോടായി ഇപ്പൊ തെളിവായല്ലോ ജയപാല, ഇവര് മൊഴി തരും, അപ്പോ നമുക്കിനി പോയേക്കാം എന്ന് പറയുമ്പോഴേക്കും രാഗിണിയും അച്ഛന്റെ അരികിലേക്ക് വന്ന് അച്ഛാ എന്താ അച്ഛ ഇവിടെ നടക്കുന്നത്, കുറെ നേരമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുക, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തു വിടച്ചാ, എന്റെ കല്യാണം നടക്കണം എന്ന് രാഗിണി പറയുന്നത് കേൾക്കേ മക്കളെ അത് എന്ന് ജയപാലൻ പരുങ്ങളോട് പറയുന്നുണ്ട്. എന്താ അച്ഛാ, അച്ഛന് ഞാനാണോ അതോ പണമാണോ വലുത് എന്നവൾ ചോദിക്കേ ചെയ്യ മോളെ എന്ന് ജയപാലൻ സമ്മതിക്കുക. ജയപാലൻ ചാരുലതയോടായി മാഡം ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കേ എന്ന് പറയേ ചോദിക്കാനൊന്നുമില്ല ജയപാല, കാവേരിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പണം പലിശ സഹിതം തരണം എന്ന് ചാരു പറയേ ശരി കണക്കാക്കി തരാം, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ സ്റ്റേഷനിലോട്ട് വരാമെന്ന് ജയപാലൻ പറയുന്നത് കേൾക്കേ
നിവിനും സങ്കടത്തോടെ നിൽപ്പാ. കാവേരി അങ്ങോട്ട് വന്ന് അതൊന്നും പറ്റില്ല, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ഇപ്പൊ തന്നെ വേണം എന്ന് വാശി പിടിക്കെ, എന്താടി നിന്റെ സമയത്തിനനുസരിച്ച് ഞാൻ നിൽക്കണോ? അതൊന്നും നടക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. ചാരുവും പറയുകയാ, തന്റെ സൗകര്യത്തിനനുസരിച്ച് നിൽക്കാൻ ഞങ്ങളെയും കിട്ടില്ല ജയബാല, മര്യാദയ്ക്ക് പണം കൊടുക്കാൻ നോക്കെന്ന്. ജയബാലും പറയുകയാ, മാഡത്തിനോട് ഞാൻ മര്യാദയുടെ ഭാഷയിലാ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഭീഷണിപ്പെടുത്തി ജയബാലന്റെ എന്തേലും വാങ്ങാന്ന് കരുതിയാലേ അത് നടക്കത്തില്ല, ഇത് ജയബാലിന്റെ മണ്ണ എന്ന് താക്കിയതോടെ പറഞ്ഞ്, ഡേ കല്യാണം നടക്കട്ടെ എന്ന് മണ്ഡപത്തിലേക്ക് നോക്കി വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ട് തൂക്കിയെടുത്ത് വണ്ടിയിലിടോ എന്ന് ചാരു വിളിച്ചു പറയുമ്പോഴേക്കും പോലീസുകാർ വന്ന് ജയബാലനെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാറടോ എന്ന് പറഞ്ഞ് ജയബാലൻ ആ പോലീസുകാരെ തട്ടി മാറ്റുകയാ. ചാരുവും ജയബാലിന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട് പോലീസുകാരനെ കൈവെക്കുന്നോടാ എന്ന് ചോദിക്കേ, നിക്ക് വരാം, ഞാൻ പണം തരാം എന്ന് ചാരുലതയോടെ സമ്മതിക്കുക. പിന്നീട് കാവേരിയെ നോക്കി, നിനക്കിപ്പോ തൃപ്തിയായിട്ടുണ്ടാവുമല്ലോടി എന്ന് ജയബാലൻ ദേഷ്യത്തോടെ ചോദിക്കേ, അപ്പോ എന്റെ അച്ഛനെ ചതിച്ചു കൊന്നപ്പോഴോ ജയബാല തനിക്ക് തൃപ്തിയായോ? പണത്തിന് ആർത്തി പിടിച്ച ചെന്നായുടെ ചോരക്കുത്തി തീർന്നോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും വീണ്ടും ഒരു ബന്ധു സത്യന്റെ അരിയിലേക്ക് വന്ന്, സത്യേട്ടാ ഞങ്ങൾ കല്യാണം കൂടാനാ വന്നത്, ഈ നാണം കെട്ട പരിപാടി കണ്ടോണ്ട് നിൽക്കാനല്ലെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ ജയപാലിനും അവരുടെ അരികിലേക്ക് ചെന്ന്, അതേ കല്യാണം കൂടാൻ വിളിച്ചാലേ മിണ്ടാതെ വന്ന് ഞണ്ണിയിട്ട് പോണം, സൗകര്യമുള്ളവര് മാത്രം ഇവിടെ നിന്നാ മതി, സൗകര്യമുള്ളവര് മാത്രം എന്ന് പറയുന്നുണ്ട്. അത് കേട്ട ആ സ്ത്രീയും, സത്യേട്ടാ നിങ്ങളല്ലേ കല്യാണം വിളിച്ചത്, ഇതിപ്പോ വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെയായി എന്ന് പറയെ സത്യൻ ദേഷ്യത്തോടെ ജയപാലിനെ നോക്കുകയാ. ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിൽക്കുന്ന ജയപാലിന്റെ അരിയിലേക്ക് രാഗിണി എത്തി, അച്ഛാ വാ എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തി, നിങ്ങളെയൊക്കെ പണം കൊടുത്ത് വിടാൻ നോക്ക്, കല്യാണം നടക്കട്ടെ, കുരയ്ക്കുന്ന നായ്ക്കളുടെ വായിലേക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുക്ക് എന്ന് പരിഹസിച്ചു പറയുന്നവർക്ക് താക്കിയതോടെ ഏയ് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുകയാ ശാരദയും കൂട്ടരും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. താൻ തന്നെയാണ് ജയപാലിനെ കൊന്നതെന്ന് പറഞ്ഞ് ജയപാലൻ കാവേരിക്കും കൂട്ടർക്കും ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നതും രാജേശ്വരിയും സത്യനും നിവിനുമായുള്ള രാഗിണിയുടെ കല്യാണം വേണ്ടെന്ന് വെക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.